ത്രിയേക ദൈവത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നമുക്കറിയാം, നമ്മൾ ക്രൈസ്തവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏകദൈവ വിശ്വാസം, മോണോതെയിസം. ഇസ്രായേൽ ജനത്തിൻ്റെ പാരമ്പര്യത്തിൽ യഹൂദർക്കും അതോടൊപ്പം തന്നെ ഇസ്ലാം മതവിശ്വാസികൾക്കും നമുക്കും ഏകദൈവമാണെന്നാണ് പറയുക, മോണോതെയിസം. ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം ഏകദൈവമാണ്. വി ബിലീവ് ഇൻ വൺ ഗോഡ്, ദാറ്റ് വൺ ഗോഡ് ഈസ് എ ട്രിയൂൺ ഗോഡ്. 3 ആള്, ഒരു ദൈവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിന് മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ഇപ്പൊ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് യാഹ്വേ. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നു. ഈ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ഈശോ. ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാലാഖ പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയുന്നേ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ വചനം നിന്നിൽ മാംസം ധരിക്കും. ദൈവമായ കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നിറസാന്നിധ്യം പരിശുദ്ധ അമ്മയിൽ നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ്, അത്യുന്നത ദൈവം, പിതാവായ ദൈവത്തിൻ്റെ ശക്തി, വചനം മാംസം ധരിക്കുന്ന വലിയ അഭിഷേകം ത്രിയേക ദൈവത്തിൻ്റെ നിറസാന്നിധ്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 21-22 തിരുവചന ഭാഗത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാന സമയം, വീണ്ടും ത്രിയേക ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ അവിടെ നമുക്ക് ലഭിക്കുകയാണ്. അവിടെ പുത്രനായ ദൈവം ജലത്തിൽ ഇറങ്ങുന്നു, മാമോദിസ സ്വീകരിക്കുന്നു. ആ സമയത്ത് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം ഇറങ്ങി വന്ന് ആവസിക്കുന്നു. ത്രിയേക ദൈവം, ആ പിതാവായ ദൈവം അവിടെ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോ ത്രിയേക ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തല് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ലഭിക്കുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് ഈശോ താൻ ആരാണെന്ന് ശരിക്കും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ പത്രോസ് ശ്ലീഹ, യാക്കോബ്, യോഹന്നാൻ ശ്ലീഹന്മാരുണ്ട്, 3 പേരുണ്ട്. ആ സമയത്ത് സ്വർഗം തുറന്നു, ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ, ഇവനെ ശ്രവിക്കുവിൻ. പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതിനാൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏകദൈവം ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവം. ഈ പിതാവിനെ കുറിച്ച് ഈശോ ഒത്തിരിയേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 17 അധ്യായങ്ങൾ ഈശോയുടെ വിടവാങ്ങൽ സംഭാഷണമാണ്. നമ്മൾ ആദ്യം തന്നെ കാണുന്ന 13-ാം അധ്യായത്തിന് 1-ാമത്തെ വചനം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ ഈശോ ശ്ലീഹന്മാരെ വിളിച്ചുകൂട്ടി, അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് 14-ാം അധ്യായം ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, പിതാവിൻ്റെ ഭവനത്തിൽ
അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? പറയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണതിന് വീണ്ടും വന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സമയത്ത് തോമാസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. ഈശോ പറയുന്നുണ്ട്, ഫിലിപ്പോസെ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിതാവിനെ കാണിച്ചു തരിക? ഞാനും പിതാവും ഒന്നാണ്. ഈശോ പറയാ, ഞാനും പിതാവും ഒന്നാണ്. ഇനി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാം, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം പറയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായിരിക്കണം. അപ്പോൾ ഒരു ത്രിയേക ദൈവത്തിന്റെ ഐക്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ ഏകത്വം, വൺനെസ് ആൻഡ് ത്രീനെസ്, ഏകദൈവമാകുന്ന ത്രിയേക ദൈവം, അതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 232 മുതൽ 267 വരെ ഖണ്ഡികകളില് ഈ ത്രിത്വത്തിന്റെ വലിയ രഹസ്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ ആദ്യം 232 പറയാണ്, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസയ്ക്ക് മുമ്പ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുവോ എന്ന് 3 ഭാഗമുള്ള ഒരു ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഉത്തരം നൽകുന്നു. സർവ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രിയപ്പെട്ട മക്കളെ, സകല ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിന് അടിസ്ഥാനം ഇതാണ്. വീണ്ടും 234 പറയുന്നുണ്ട്, പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. ദൈവത്തിൻ്റെ തന്നെ അന്തസത്തയെ സംബന്ധിക്കുന്ന രഹസ്യമാണ് ഇത്. പിന്നീട് അങ്ങോട്ട് ഈ ദിവ്യമായ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ 242 പറയുന്നുണ്ട്, സഭയുടെ പാരമ്പര്യത്തിൽ സഭയിൽ ഈ വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞ ചരിത്രം. അവിടെ പറയാണ് 242, അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടർന്ന് AD 325 സമ്മേളിച്ച ഒന്നാമത്തെ സാർവത്രിക സൂനകദോസിൽ വച്ച്, അതാണ് നിഖ്യ സൂനകദോസ്, പുത്രൻ പിതാവിനോടുകൂടെ ഏകസത്തയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഈ വചനത്തിന്റെ പിൻബലത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ യേശുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയ, സ്വർഗം വെളിപ്പെടുത്തിയ ഈ അടിസ്ഥാനത്തിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഈ നിഖ്യ സൂനകദോസിൽ പിതാവ് പുത്രനോടുകൂടെ ഏകസത്തയാണെന്ന് സഭയിൽ പ്രഖ്യാപിച്ചു. അതായത് അവിടത്തോടൊത്തുള്ള ഏക ദൈവമാണെന്ന്. AD 381 കോൺസ്റ്റാന്റിനോപ്പിളിൽ 2ാമത്തെ സാർവത്രിക സൂനകദോസ് വിശ്വാസ പ്രമാണത്തിന് രൂപം കൊടുത്തപ്പോൾ നിഖ്യ സൂനകദോസിന്റെ ഈ പ്രയോഗം നിലനിർത്തുകയും ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ദൈവത്തിന്റെ ഏകജാതനും യുഗങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോടുകൂടെ ഏക സത്തയും ആകുന്ന ദൈവമായ കർത്താവ്. 243 പറയുകയാണ്, മറ്റൊരു പാരക്ലെത്തായെ, അഭിഭാഷകനെ, പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് യേശു തൻ്റെ പെസഹായ്ക്ക് മുമ്പായി പ്രഖ്യാപിച്ചു. സൃഷ്ടി മുതൽ കർമ്മനിരതനും മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ അവിടുന്ന് ഇനി ശിഷ്യന്മാരോടൊപ്പവും അവരിലും ആയിരിക്കും. പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിക്കുന്നതിനും എല്ലാ സത്യത്തിലേക്കും അവരെ നയിക്കേണ്ടതിനുമാണിത്. ഇങ്ങനെ യേശുവിനോടും പിതാവിനോടുമൊത്ത് മറ്റൊരു ദൈവിക വ്യക്തി ആയിട്ടാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം
ആ ദൈവത്തിൻ്റെ ഐക്യം അതുമായിട്ട് വീണ്ടും 245 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന അപ്പസ്തോലിക വിശ്വാസം കോൺസ്റ്റാന്റിനോപ്പിളിൽ ചേർന്ന രണ്ടാം സാർവത്രിക സൂനകദോസിൽ 351 പ്രഖ്യാപിക്കപ്പെട്ടു. അതിതാണ്, കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്, നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ അല്ല, നാമത്തിൽ ആണ്. ഏകദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. വീണ്ടും കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 253 പറയുന്നുണ്ട്, പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച വിശ്വാസ സത്യം. ശ്രദ്ധിക്കുക, ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏകദൈവത്തിൽ, ഏകസത്യയോട് കൂടിയ ത്രിത്വത്തിലാണ്. 3 ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ഈ 3 വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വെളിപ്പെടുത്തി കിട്ടിയ ത്രിയേക ദൈവത്തിൻ്റെ ദിവ്യമായ രഹസ്യം. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊരു വലിയ രഹസ്യമാണ്. നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാമെന്ന് കരുതിയാൽ നമുക്കൊരിക്കലും പിടികിട്ടത്തില്ല. 3 ആള് ഒരു ദൈവം എന്ന് എത്ര വട്ടം നമ്മോട് ആവർത്തിച്ച് പറഞ്ഞാലും നമുക്കത് മനസ്സിലാകത്തൊന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവികമായ രഹസ്യമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം. നമ്മൾ ആ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ദൈവമായ കർത്താവ് വചനം നിന്നിൽ മാംസം ധരിക്കും. അങ്ങനെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച പുതിയ നിയമത്തിന്റെ മക്കളാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ക്രൈസ്തവ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്, നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഈ ത്രിയേക ദൈവത്തെയാണ്. വിശുദ്ധ അഗസ്തീനോസ്, നമുക്കറിയാം, ഈ ത്രിത്വത്തെക്കുറിച്ച് ഒത്തിരി പഠിച്ച ആളാണ്. പല പല പുസ്തകങ്ങൾ എഴുതി വെച്ചു. പക്ഷെ ഇതെല്ലാം കൊണ്ടിട്ടും ഒന്നും അങ്ങോട്ട് മതിയാവണില്ല. ഈ ത്രിത്വത്തെ ശരിക്കും അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണില്ല. അതൊരിക്കലും പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു കടൽ തീരത്തു കൂടി നടന്നു പോവാം. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ്, കടലിൻ്റെ തീരത്ത് ഒരു ബാലൻ ഇരുന്നിട്ട് ചെറിയൊരു കുഴി കുഴിച്ച് ഒരു ചെറിയ കക്കത്തോട് കൊണ്ട് ആ കടലിലെ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ഒഴിക്കും, എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ഒഴിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ കുഞ്ഞ്. അപ്പോൾ ഇത് കുറേ സമയം ഈ അഗസ്തീനോസ് ആദ്യം ഒരു രസമായി തോന്നി. പിന്നെ കൊച്ചു കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുക, ഓടുന്നു, എടുക്കുന്നു, ഇവിടെ കൊണ്ട് ഒഴിക്കുന്നു, അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അഗസ്തീനോസ് പുണ്യവാളൻ ചെന്നിട്ട് കൊച്ചിനോട് ചോദിച്ചു, മോനെ എന്താ ഈ പരിപാടി, കുറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്? അപ്പം ആ കുഞ്ഞ് അഗസ്തീനോസിനോട് പറഞ്ഞു, ഞാൻ ഈ കടലിലെ ജലത്തെ ഈ കക്കത്തൊണ്ടുകൊണ്ട് ഇതിലേക്കൊന്ന് കോരി ഒഴിച്ച് വറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ നമുക്കറിയാം അഗസ്തീനോസ്, എന്താ നീ പറയണ കൊച്ചേ, ഈ മഹാസമുദ്രത്തിലെ ജലം ഇതിലേക്ക് ഒഴിക്കാൻ പോണോ, വറ്റിക്കാൻ പോണോ? നടക്കാത്ത കാര്യം, ചിന്തിക്കാൻ നിനക്ക് അങ്ങനെ തോന്നി മോനെ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് മാലാഖയായിരുന്നു. ഈ കുഞ്ഞ് അഗസ്തീനോസിനോട് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ചിന്തിക്കുന്ന ഈ വിഷയത്തെക്കാളും എളുപ്പമാണ് ഈ കടല് ഈ കക്കത്തൊണ്ടുകൊണ്ട് ഈ കുഴിയിൽ കോരി ഒഴിച്ച് വറ്റിക്കുന്ന പ്രവൃത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് അതൊരു രഹസ്യമാണ്. ഞങ്ങൾ ഈ ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത്
അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ചു, ഇറ്റ്സ് എ മിസ്റ്ററി, രഹസ്യമാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛ ഇത് രഹസ്യമെന്ന് പറയുന്നത്? അച്ഛൻ പറഞ്ഞ ഉത്തരം ഇതാണ്, ഇറ്റ്സ് എ മിസ്റ്ററി ബിക്കോസ് ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്, എന്തെന്നാൽ അതൊരു രഹസ്യമാണ്. ദർ ഇസ് നോ അതർ എക്സ്പ്ലനേഷൻ. മറ്റൊരു വിവരണമോ മറ്റൊരു വ്യാഖ്യാനമോ മറ്റൊരു വിവരണമോ ഇതിനെക്കുറിച്ചില്ല. കാരണം അത് മിസ്റ്ററിയാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയെന്നോ, എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള ദൈവമല്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അഗ്രാഹ്യനാണ് ദൈവം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധ ബൈബിളിൽ സുവിശേഷത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ ഈ ത്രിയേക ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വിശ്വാസം കൊണ്ട്, ഇതൊരു വിശ്വാസ സത്യമാണ്. ത്രിത്വം എന്നുള്ളത് ഒരു വിശ്വാസ രഹസ്യമാണ്, വിശ്വാസ സത്യമാണ്. വചനത്തിന്റെ പിൻബലത്തിൽ, സൈഹിക പാരമ്പര്യത്തിൽ, സഭയിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു വെളിപ്പെടുത്തി കിട്ടിയ ദൈവമാണ് ത്രിയേക ദൈവം, എൻ്റെയും നിന്റെയും ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ നമ്മൾ ശരിക്കും അറിയണം. ഇനി മറ്റ് ഏകദൈവ വിശ്വാസികളുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവം തന്നെയാണ് ആ ദൈവം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ശരിക്കും പഠിക്കണം. അപകടകരമായ ചില അവസ്ഥകളുണ്ട്. ഇവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. 236 അവിടെ പറയാണ്, ദൈവശാസ്ത്രം രക്ഷാപദ്ധതി മുഴുവനെയും വിശദമാക്കുന്നുണ്ട്. ദൈവം തന്നിൽ തന്നെ ആരാണെന്ന് അവിടുത്തെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കണോ, ദൈവം ആരാണെന്ന് അവിടുത്തെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആന്തരിക സത്തയുടെ രഹസ്യം അവിടുത്തെ എല്ലാ പ്രവൃത്തികളെയും മനസ്സിലാക്കുന്നതിന് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എന്താണ് പ്രവൃത്തി? മനുഷ്യ വ്യക്തികളെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയാണ്. ഒരുവൻ സ്വയം വെളിപ്പെടുത്തുന്നത് അയാളുടെ പ്രവൃത്തികളിൽ കൂടിയാണ്. അതുപോലെ എത്ര കൂടുതൽ ഒരാളെ നാം അറിയുന്നുവോ അത്രയും നന്നായി അയാളുടെ പ്രവൃത്തികളെ നാം മനസ്സിലാക്കുന്നു. അതായത് ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം സൃഷ്ടിക്കുന്നവനാണ്, ദൈവം പരിപാലിക്കുന്നവനാണ്, ദൈവം സ്നേഹം കൊണ്ട് നമ്മെ പൊതിയുന്നവനാണ്, ദൈവം കാരുണ്യവാനാണ്. സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവം കാരുണ്യവാനാണ്, സൃഷ്ടിക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാചകത്തിൽ പറഞ്ഞുകൊണ്ട്, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമാണ് നമ്മൾ ആരും നശിച്ചു പോകരുത്, രക്ഷ പ്രാപിക്കണം. അത് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ് ഈ രക്ഷ. അതാണ് മാലാഖമാര് ആട്ടിടയന്മാരോട് പറഞ്ഞില്ലേ, സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനപദങ്ങൾ, അവിടെ യഹൂദരുണ്ട്, മുസ്ലിംസുണ്ട്, ഹിന്ദുക്കളുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ് യേശു ക്രിസ്തു. എന്തിന്? അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൊല്ലാൻ പറയുന്ന ദൈവം, നശിപ്പിക്കാൻ പറയുന്ന ദൈവം, ഇല്ലാതാക്കാൻ പറയുന്ന ദൈവം, ആ ദൈവം നമ്മൾ വളരെയേറെ ശ്രദ്ധയോടും വളരെയേറെ പേടിയോടും കൂടെ കാണേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, മോണോതെയിസം, ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനി മനസ്സിലാക്കണം, ഈ ത്രിയേക ദൈവമാണ് സത്യദൈവം, ഏകദൈവമെന്ന്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതായത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ് ഈ ദൈവത്തെ. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ ദൈവം തന്നെയായ യേശു ക്രിസ്തു ഈ മനുഷ്യാവതാരം ചെയ്തതിലൂടെയാണ് മനുഷ്യന്റെ രക്ഷ സാധ്യതമായത്. നമ്മളിപ്പോൾ ഈ ദൈവം തന്നെയാണ് മറ്റൊരു ദൈവം അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന്റെ ദൈവമെന്ന് പറഞ്ഞാൽ, അതും ത്രിയേക ദൈവത്തെ അംഗീകരിക്കാത്തവർ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ,
ത്രിയേക ദൈവത്തെ അംഗീകരിക്കാത്തവര്, ഏകദൈവം, ഒറ്റ ദൈവമുള്ളൂ, അതിൽ വേറെ ആൾ ഒന്ന് ത്രിത്വത്തെ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദൈവത്തെ നമുക്കൊരിക്കലും പ്രഘോഷിക്കാൻ പറ്റില്ല. സുവിശേഷത്തിൻ്റെ സാധ്യത ഇല്ലാതാകും. എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതി ലോകം മുഴുവനിലും പ്രഘോഷിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം മുക്കുന്ന വലിയൊരു പ്രവൃത്തിയാണ് സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പല പല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ ദൈവം ഈ ദൈവം സെയിമാണെന്നൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യാനി പ്രഘോഷിക്കേണ്ടതിനെ അവൻ പ്രഘോഷിക്കാത്ത ഒരു അവസ്ഥ വരും. അതായത് ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി, അങ്ങനെ അത് ബഹുദൈവ ആരാധനയാണെന്നൊക്കെ പറയുന്നവരാ അങ്ങനെയുള്ളവര്. അപ്പൊ ബഹുദൈവ ആരാധന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തണമെന്നും അങ്ങനെയുള്ളവരെ കൊല്ലണമെന്നും പോലും പറയുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ഏക ദൈവം ത്രിയേക ദൈവമാണ്. ആ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ദൈവമാകുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് മനുഷ്യന്റെ രക്ഷ സാധ്യതമായത്. ഇനി ത്രിയേക ദൈവത്തെ പ്രഘോഷിച്ചില്ലെങ്കിൽ വരുന്ന ഒരു അപകടം അച്ഛൻ പറയാം, എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. അതായത് യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ, യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് രക്ഷ. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് യേശു ക്രിസ്തു ദൈവമായിട്ട് അവൻ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണത്തെ അവൻ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ മരണത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ആ മനുഷ്യന് രക്ഷ ലഭിക്കാതെ പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്ത്യാനിയായ എന്നെ സംബന്ധിച്ചും നിന്നെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചും നമ്മൾ ഈ ത്രിത്വത്തെ പ്രഘോഷിക്കണം. കാരണം മനുഷ്യന്റെ രക്ഷ സാധ്യതമായത് ഈ യേശു ക്രിസ്തുവിലൂടെയാണ്. പിതാവായ ദൈവം അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് ആ ഏകജാതന്റെ പാപപരിഹാര ബലിയിലൂടെ രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ച, പിശാചിന്റെ അവകാശങ്ങളെ അവസാനിപ്പിച്ച ആ വലിയ രക്ഷാകര പ്രവൃത്തി, അതാണ് മനുഷ്യന് രക്ഷ. യേശു ക്രിസ്തുവാണ് ഏകരക്ഷ. യേശു ക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് സാധിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കണം. ഇനി ഈ ത്രിയേക ദൈവത്തെ ഇതുപോലെ പ്രഘോഷിക്കുകയും ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പ്രഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മൾ മറ്റു മതസ്ഥരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണത്. അത് നമ്മൾക്കറിയാം. യേശു ക്രിസ്തുവിലൂടെ രക്ഷയുള്ളൂ. ക്രിസ്തുവാണ് ഏകരക്ഷകൻ. അവന്റെ മരണമാണ് രക്ഷ നേടിത്തന്നത്. അവന്റെ മരണമാണ് പിശാചിനെ പരാജയപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ്. ഇതാണ് വഴി, ഇതാണ് സത്യം, ഇതാണ് ജീവൻ. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രഘോഷിക്കേണ്ടവരാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ആ ദൈവം തന്നെയാണ് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ അംഗീകരിക്കാത്തവനോട് എങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കും? എങ്ങനെ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രഘോഷിക്കും? ഇതൊരു ഭയങ്കര പൈശാചികമാണ് മക്കളെ. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഈ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തെ പ്രഘോഷിക്കാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പല പല പൈശാചികതകളും നമ്മുടെ വിശ്വാസത്തിലേക്കും സഭയിലേക്കും നമ്മുടെ പ്രഘോഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റി. ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് സത്യമാണ്. എന്നാൽ എല്ലാവരുടെയും ദൈവസങ്കല്പങ്ങൾ ശരിയാണെന്ന് ക്രിസ്ത്യാനി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റി. നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയണം. നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ,
ആ രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനത്തോടുകൂടി പ്രഘോഷിക്കുകയും ആ പുത്രന്റെ ബലിയിലൂടെ പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ പാരമ്യം അനുഭവിച്ചറിയുവാൻ ദൈവം തിരുമനസ്സായി പരിശുദ്ധാത്മാവിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസ സത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രഘോഷിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയും, നമ്മളൊക്കെ ദൈവത്തിന് തിരുസന്നിധിയിൽ വലിയ കുറ്റക്കാരായി മാറും. നിത്യനരകത്തിന് നമ്മൾ അർഹരാകാൻ കാരണമാകും. കാരണം യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷാകര പദ്ധതി പ്രഘോഷിക്കാൻ പറ്റാത്ത വിധം ആ ദൈവവും ഈ ദൈവം ഒരാളാണെന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് തെറ്റിപ്പോകും. അത്രല്ല, അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് അവകാശപ്പെട്ട യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമ്മളായിട്ട് മുടക്കിക്കളയും. ഉച്ചം പറയുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, ധ്യാനിക്കുക. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, അതും ക്രൂശിതനെ പ്രഘോഷിക്കണം. ഇന്ന് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ നിഷേധിക്കത്തക്ക വിധത്തിലും അതോടൊപ്പം തന്നെ സത്യദൈവത്തെ അറിയാൻ പാടില്ലാത്ത വിധത്തിലും ഇന്ന് പല തെറ്റായ പഠിപ്പിക്കലുകളും തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ പ്രഘോഷണങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ത്രിത്വത്തെ ശരിക്കും ഒന്ന് ധ്യാനിക്കുക. യേശു വെളിപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ യേശു ക്രിസ്തു ഈ വിശുദ്ധ ബൈബിളിലൂടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ ദൈവികമായ രഹസ്യം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു സിനിമയാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ കുറിച്ചുള്ള ആ ഒരു സിനിമ. അതിൽ കുപ്പർത്തീനോ ഒരു മണ്ടനായിരുന്നു. വലിയ ബുദ്ധിയും PhD ഡോക്ടറേറ്റൊന്നുമില്ല. പരീക്ഷയിലൊക്കെ തോറ്റ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ സന്യാസ ഭവനത്തിൽ കാലികളെ നോക്കാനും ആടിനെ നോക്കാനൊക്കെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ബിഷപ്പ് ആശ്രമത്തിൽ വരികയാണ്. ബിഷപ്പ് വരുന്ന സമയത്ത് അന്ന് ട്രിനിറ്റിയെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കണം. ഒരു സഹോദരൻ പ്രബന്ധം അവതരിപ്പിക്കുന്നു. സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സിനിമ അറിയാം, കുറേ എണ്ണങ്ങളൊന്നും ഉറങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ ബിഷപ്പിന് ബോറടിച്ചു. ഇത് കേട്ടിട്ട് മടുത്തു. എന്തേ പറഞ്ഞു, ആർക്കും മനസ്സിലാവണില്ല. ത്രിത്വത്തെക്കുറിച്ച് എത്രമാത്രം പറയാൻ പോയാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് വിശ്വാസ രഹസ്യമാണ്. അത് രഹസ്യത്തിന് മുമ്പിൽ കൂപ്പുകരങ്ങളോടെ ആരാധിക്കാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ബിഷപ്പ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കുപ്പർത്തീനോ ഒരു ആട്ടുംകുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ബിഷപ്പ് ഇത് രാത്രി കൗതുകത്തോടു കൂടി ബിഷപ്പ് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോനെ എന്താണ് ആടിനെ ഇപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണേ? കുപ്പർത്തീനെ പറഞ്ഞു, ആടിൻ്റെ തള്ള ആട് ചത്തുപോയി, അതിന് ചൂട് കൊടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഭയങ്കര തണുപ്പാ, ഞാനിതിന് ചൂട് കൊടുക്കണം. ആ വലിയ സ്നേഹത്തോടു കൂടി ആടിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കുപ്പർത്തീൻ. അപ്പം ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്, കുപ്പർത്തീനോട് കൂടെ നിലത്തിരിക്കുക. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അവിടെ ത്രിത്വത്തെക്കുറിച്ച് ഭയങ്കര പ്രബന്ധങ്ങളാണ്, ഡോക്ടറേറ്റ് തീസിസ് പോലെയൊക്കെ ഭയങ്കര അവതരിപ്പിക്കലുകളാണ്. എനിക്ക് ഒന്നും ബോറടിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. ജോസഫ്, നിനക്കെന്തറിയാം ട്രിനിറ്റിയെക്കുറിച്ച്? അപ്പോൾ കുപ്പർത്തീൻ പറഞ്ഞു, ഇറ്റ്സ് വെരി സിമ്പിൾ. എന്നിട്ട് എന്തെന്നറിയോ, അവനൊരു തുണിക്കഷ്ണം എടുത്തിട്ട് ഒന്നായിട്ട് മടക്കി പിതാവ്, രണ്ടായിട്ട് മടക്കി പുത്രൻ, മൂന്നായിട്ട് മടക്കി പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? ഒരു മടക്ക് ഒരു തുണി തന്നെ, 2 മടക്ക് 3 മടക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നിട്ട് അവൻ എടുത്തൊരു കുടച്ചില്, ഒറ്റ ടൗല്. ഇതാണ് ത്രിത്വം. ബിഷപ്പ് ആകപ്പാടെ ഞെട്ടിപ്പോയി. സത്തയിലും ഏകത്വത്തില് ഒരുമയിലായിരിക്കുന്ന ത്രിയേക ദൈവം. നമുക്കതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചൊന്നും മനസ്സിലാവത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവിക രഹസ്യം. ഇത് നമ്മുടെ സ്വത്താ, ഇത് നമ്മുടെ അടിസ്ഥാന, ഇത് നമ്മുടെ ബലവാ. ഇതാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിക്ക് സംഭവിച്ച ഒരു വലിയ ദുരന്തം, ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കുവാൻ അവൻ പരാജയപ്പെട്ടു. ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ രക്ഷസാധ്യതമായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി, മനുഷ്യ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി
നൽകപ്പെട്ട അല്ലെങ്കിൽ അവതരിച്ച പുത്രനായ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയെ, കുരിശുമരണത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അനേക മക്കൾക്ക് രക്ഷ നമുക്ക് ലഭിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ അനേകം മക്കൾക്ക് അർഹതപ്പെട്ട രക്ഷ ക്രിസ്ത്യാനിയായ ഞാനും നീയും തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാ. സുവിശേഷം യേശുക്രിസ്തുവിന്റെ മരണമാണ്. സുവിശേഷം യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തലാണ്. സുവിശേഷം യേശുക്രിസ്തുവാണ്. ആ കർത്താവിങ്കിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് മനുഷ്യ മക്കൾ കടന്നു വന്നില്ലെങ്കിൽ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്നുണ്ട്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല. കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവനും സ്വന്തമാക്കണം. ഈ കരുണ നമ്മൾ പ്രഘോഷിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള മക്കളോട് ഏറ്റവും വലിയൊരു ചതിയാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എല്ലാവരോടും ചേർന്ന് നിൽക്കാൻ വേണ്ടി ചില കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായ സത്യവും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വവും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും ധ്യാനിക്കുക, ദൈവികമായ രഹസ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞേക്കാം, ഈ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പാടില്ല. ഈ ത്രിയേക ദൈവത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതി നിറവേറപ്പെടാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന പിശാച് കുരിശുമരണത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തെ അവൻ അവതരിപ്പിച്ചില്ലേ? ആ ദൈവം യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞ് പരത്തിയില്ലേ? നമ്മുടെ പല മക്കളെയും വഴിപ്പിഴപ്പിച്ചില്ലേ? എന്തുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവത്തെ പ്രഘോഷിച്ചില്ല? യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുമ്പോൾ, നിങ്ങൾ ബഹുദൈവ ആരാധനയിലാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ പാവപ്പെട്ട മക്കൾ അധപതിച്ചു പോയെങ്കിൽ എന്തു പറ്റി? നമ്മൾ ത്രിയേക ദൈവത്തെ പ്രഘോഷിച്ചില്ല, യേശുക്രിസ്തുവിന്റെ ബലിയെ പ്രഘോഷിച്ചില്ല, ക്രൂശിതനെ പ്രഘോഷിച്ചിട്ടില്ല, കുരിശുമരണത്തിന്റെ ശക്തി നമ്മൾ ഇതുവരെയും സ്വന്തമാക്കിയിട്ടില്ല. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുറെ കൂടി ദൈവിക ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൻ്റെ പിന്നാലെ ലോകത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെ മറ്റു വിഭാഗങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്താൽ, നമ്മൾ ചെയ്യുന്നത് ആ ജനത്തോട് ചെയ്യുന്ന, ആ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. ഇനി ഇത് സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കിയെടുക്കണം. ഈശോ പറഞ്ഞ കാര്യങ്ങളും വചനം പറഞ്ഞ കാര്യങ്ങളും സഭയുടെ ശ്ലൈഹിക പാരമ്പര്യവും എല്ലാം അറിഞ്ഞ് അതിനനുസരിച്ച് കർത്താവിൻ്റെ ബലി സ്വന്തമാക്കി, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, നമുക്കറിയാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് അറിയാലോ അല്ലേ? ത്രിയേക ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും മാമോദീസായിലൂടെ വസിക്കുന്നുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ, അതൊക്കെ മറന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഒരു അഴക്കൊഴ ജീവിതമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെയും പോവും ഇവിടെയും പോവും, അവൻ്റെ തോളത്ത് കൈയിടും ഇവൻ്റെ തോളത്ത് കൈയിടും, അതാണെന്ന് പറയും ഇതാണെന്ന് പറയും. ഒരു ഉറപ്പില്ല, ഒരു പൂർണ്ണതയില്ല. ഏക സത്യ ദൈവം ത്രിയേക ദൈവമാണെന്നും ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി യേശുക്രിസ്തുവാകുന്ന പുത്രനായ ദൈവത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അവൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷയുള്ളൂവെന്നും പ്രഘോഷിക്കപ്പെടേണ്ട ഈ കാലഘട്ടത്തിൽ, ഈ മനുഷ്യകുലത്തിൽ ആ രക്ഷ തടസ്സപ്പെടുത്തുവാൻ പിശാച് പല രൂപത്തിലും പല പഠിപ്പിക്കലുകൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വിശ്വാസ രഹസ്യത്തെ, ഈ വിശ്വാസ സത്യത്തെ, ഈ വെളിപ്പെടുത്തി കിട്ടിയ ത്രിയേക ദൈവത്തെ മുറുകെ പിടിക്കാൻ, ആ ദൈവത്തെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ആ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. ആ രക്ഷ സ്വന്തമാക്കിയാൽ ഒരു ക്രിസ്ത്യാനിയും ഒരു മക്കളും ഈ ലോകത്തിൻ്റെ ഒരു ജിഹാദിൻ്റെ പിന്നാലെ പോകത്തില്ല. ആര് പറഞ്ഞാലും ഈ സത്യദൈവത്തെ വിട്ടുപേക്ഷിക്കത്തില്ല. മാത്രമല്ല, വീണ്ടും അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, മറ്റുള്ള മത വിഭാഗത്തിൽപ്പെട്ട മക്കൾക്ക് രക്ഷ
യേശു ക്രിസ്തുവിലൂടെ മാത്രമല്ലേ ഉള്ളൂ മക്കളെ. ക്രിസ്ത്യാനി, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിനക്കതറിയോ? ക്രിസ്തുവാണ് ഏകരക്ഷകൻ. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി ഒറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ ശക്തി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിയുടെ ശക്തിയാണ്. ഇത് പ്രഘോഷിക്കണ്ടേ? അവിടെ ഇവിടെയും അടഞ്ഞിരുന്നാൽ മതിയോ? സഭയെ എന്താണ് ദൈവം ഭരമേൽപ്പിച്ചത്? ക്രിസ്തു എന്താ ഭരമേൽപ്പിച്ചത് നമ്മെ? നമ്മുടെ സഭയെ, നമ്മുടെ പൗരോഹിത്യത്തെ, നമ്മുടെ ശുശ്രൂഷകളെ എന്താ ഭരമേൽപ്പിച്ചേ? ഈ സുവിശേഷം, ത്രിത്വത്തിൻ്റെ ഈ മഹാരഹസ്യം പ്രഘോഷിക്കാനാ. ക്രൂശിതനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ പ്രഘോഷിക്കാനാ. ഇനി നമ്മൾ ചിന്തിക്കാം, ഇതിൽ നമ്മൾ എന്തുമാത്രം വിജയിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം നശിച്ചെങ്കിൽ, ഇന്ന് സമൂഹങ്ങൾ തകർന്നെങ്കിൽ, ഇന്ന് ഭീകര പ്രവർത്തനങ്ങൾ കൂടുന്നെങ്കിൽ, ഇന്ന് പിശാച് ഇതുപോലെ അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ, ഇന്ന് സഭയെ പോലും, അതാണ് വലിയ സംഭവം, സഭയിൽ പോലും പിശാച് ഗേ മാരേജ്, ലിവിങ് ടുഗദർ, കൂദാശയില്ല, പള്ളികൾ വിൽക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പള്ളികൾ ബാറാക്കിയത് കണ്ടപ്പോ ചങ്ക് പൊളിയ മക്കളെ. ബാറാക്കപ്പെട്ട, ക്ലബാക്കപ്പെട്ട, മറ്റു പല മ്ലേച്ഛതകൾക്കും വേണ്ടി വിൽക്കപ്പെട്ട ദേവാലയങ്ങൾ കാണുമ്പോൾ സഭയ്ക്ക് എന്തു പറ്റി? പ്രഘോഷിക്കപ്പെടേണ്ട പോലെ ഈ ത്രിത്വത്തെയും ഈ ക്രൂശിതനെയും പ്രഘോഷിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. സഭയിലും ഒരു ഗതിയില്ല, വളർച്ചയില്ല. അതോടൊപ്പം തന്നെ പുറമേയുള്ള മക്കൾക്കും കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. ഇതല്ലേ മക്കളെ സത്യം? എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് അധികാരികളും സഭാ തനയരും ക്രൈസ്തവ മക്കളെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട്, അനേക ജനതകളുടെ പ്രകാശമായിട്ട് ജീവിക്കേണ്ട ക്രിസ്ത്യാനി പ്രഘോഷിക്കേണ്ടത് പ്രഘോഷിക്കാതെ ഇന്ന് ജീവിച്ചപ്പോൾ മറ്റുള്ള മക്കളും നശിച്ചു, നമ്മളും രക്ഷ പ്രാപിക്കാതിരിക്കുന്നു. അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുവാണ് സത്യം. അതുകൊണ്ട് ഈ വിശ്വാസ സത്യമാകുന്ന ത്രിത്വത്തെ, ത്രിയേക ദൈവത്തെ പ്രഘോഷിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രവൃത്തിയിൽ നിന്ന് ദൈവത്തെ അറിയാം. കൊല്ലാൻ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നവൻ ദൈവമാണോ അല്ലയോ എന്ന് നിങ്ങൾ സാമാന്യ ബുദ്ധിയോട് ചിന്തിക്കും. കൊല്ലാൻ പറയുന്ന, നശിപ്പിക്കാൻ പറയുന്ന, ഇല്ലാതാക്കാൻ പറയുന്ന, ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറയുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന, മറ്റുള്ളവരെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും പറയുന്ന ദൈവം പ്രവൃത്തിയിൽ നിന്ന് നീ വിധിക്ക്, നീ മനസ്സിലാക്ക് ആരാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നേഹം തന്നെയായ, കാരുണ്യം തന്നെയായ, ജീവൻ അർപ്പിക്കുന്ന, അതിനുവേണ്ടി മരിക്കുന്ന ദൈവമായ ത്രിയേക ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തിൻ്റെ കാരുണ്യം ലോകമെങ്ങും പ്രഘോഷിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. മറക്കല്ലേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണ് ഈ ദിവ്യരഹസ്യമെന്ന് ഞങ്ങൾ തന്നെ അറിയുന്നു. എന്നാൽ അങ്ങ് വെളിപ്പെടുത്തിയതും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ച കുരിശിലൂടെയുള്ള രക്ഷാകര പദ്ധതി ഇന്ന് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും സഭയിലെല്ലാ മക്കളും സ്വന്തമാക്കി ജീവിക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ. ആമേൻ.